നവാഗതനായ വീര സംവിധാനം ചെയ്യുന്ന ഷെയ്ൻ നിഗം ചിത്രം ഹാലിന് പൂട്ടിട്ട് സെൻസർ ബോർഡ് വീണ്ടും എത്തി. സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാതെ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നാണ് സെൻസർ ബോർഡ് അറിയിച്ചത്. ജാനകി പോലെയല്ല ഈ സിനിമയ്ക്ക് മറ്റൊരു രീതിയിലാണ് വിലക്ക് വീണത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഹാൽ സിനിമയിൽ നിന്ന് രാഖി, ധ്വജപ്രണാമം, സംഘം കാവലുണ്ട്, ഗണപതി വട്ടം തുടങ്ങിയ ഡയലോഗുകൾ നീക്കം ചെയ്യണമത്രേ. 15 സീനുകളിലാണ് മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ വരുത്തിയാൽ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് CBFCയുടെ നിലപാട്. ഹാലിന് പിന്നാലെ തന്നെയാണ് പ്രൈവറ്റ് സിനിമയ്ക്കും സെൻസർ ബോർഡിന്റെ വെട്ട് വീണത്. നവാഗതനായ ദീപക് ഡിയോൺ സംവിധാനം ചെയ്ത ചിത്രം ഇടതുപക്ഷ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണമുയർത്തിയാണ് സെൻസർ ബോർഡ് കട്ട് നിർദ്ദേശിച്ചത്. അപ്പീലുമായി മുന്നോട്ട് പോയതിനു ശേഷമാണ് 9 മാറ്റങ്ങളോടെ പ്രൈവറ്റ് സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യം ഓഗസ്റ്റ് 1 റിലീസ് നിശ്ചയിച്ചിരുന്നെങ്കിലും സെൻസർ പ്രശ്നങ്ങളെ തുടർന്ന് റിലീസ് വൈകുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് യുവനടന്മാരായ ഉണ്ണിരാജ, രഞ്ജിത്ത് കൺകോർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത ചിത്രമായ അവിഹിതത്തിനും സെൻസർ ബോർഡ് കട്ടിടുന്നത്. ചിത്രത്തിൽ സീത എന്ന നായികയുടെ പേര് ഒഴിവാക്കാൻ സെൻസർ ബോർഡ് നിർദ്ദേശം നൽകുകയായിരുന്നു. അവിഹിതത്തിൽ നിന്നും നീയും നിന്റെ സീതയും തമ്മിലുള്ള എന്ന് പറയുന്ന ഭാഗമാണ് സെൻസർ ബോർഡ് ഒഴിവാക്കിയിരിക്കുന്നത്.